ഹലോ ഗൈസ്, വെൽക്കം ടു ലിറ്റ്സ് അക്കാദമി ട്യൂഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായ ജട്ട്പട്ട് ഓർ നട്ട്കട്ട് എന്ന് പറയുന്ന ഒരു കഹാനി ആണ്. കഹാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു കഥ ആണ്. ഓക്കെ, അപ്പോൾ കഹാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു കഥ. അപ്പം നമുക്ക് നോക്കാം, ജട്ട്പട്ട് ഓർ നട്ട്കട്ട്. നമ്മുടെ പേര് തന്നെ നോക്കാം അല്ലേ, ചാപ്റ്ററിൻ്റെ പേര്. ജട്ട്പട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചടപട ചടപട അല്ലേ, വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളെയാണ് എന്തെന്ന് പറയുന്നത്? ജട്ട്പട്ട് എന്ന് പറയുന്നത്. നട്ട്കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കുസൃതി നോട്ടിയായിട്ടുള്ള കുട്ടിയായിരുന്നു ആരെന്ന് പറയുന്നത്? നട്ട്കട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ജട്ട്പട്ട് ഓർ നട്ട്കട്ട് എന്ന് പറയുന്ന ഈ കഥ എഴുതിയിരിക്കുന്ന ആളുടെ പേരായിരുന്നു രമേശ് ഉപാധ്യായ എന്ന് പറയുന്നത്. എന്തായിരുന്നു പേര്? രമേശ് ഉപാധ്യായ. ഓക്കെ അല്ലേ? ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് കഥയുടെ സമ്മറിയിലേക്ക് പോകാം. ടീച്ചർ ചുരുക്കത്തിൽ പറഞ്ഞു തരാം. അപ്പം നമ്മുടെ ജട്ട്പട്ട് ഓർ നട്ട്കട്ട് എന്ന് പറയുന്നത് രണ്ട് സഹോദരങ്ങൾ ആയിരുന്നു. സഹോദരന്മാർക്ക് എന്താണ് ഹിന്ദിയിൽ പറയാ? ഭായി. ഓക്കെ, രണ്ട് സഹോദരന്മാരായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ജട്ട്പട്ടും നട്ട്കട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, ജട്ട്പട്ട് ബഡാ ഓർ നട്ട്കട്ട് ചോട്ട. ജട്ട്പട്ട് എന്ന് പറയുന്നത് നമ്മുടെ പിക്ചറിനകത്ത് കാണുന്ന പോലെ തന്നെ ജട്ട്പട്ട് എന്താണ്? വലിയ കുട്ടിയായിരുന്നു. നട്ട്കട്ടോ ചെറുത് ആയിരുന്നു. ഓക്കെ, നട്ട്കട്ട് छोटा था और झटपट बड़ा. ओके, वे पढ़ने के लिए रोज दूसरे गांव के स्कूल में जाते थे. ഈ കുട്ടികൾ പഠിക്കുവാനായിട്ട് അടുത്തുള്ള ഗ്രാമത്തിലേക്കായിരുന്നു പോകുന്നത്. ഗാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗ്രാമം. ഓക്കെ, അപ്പം അതെന്തുകൊണ്ടായിരിക്കാം? അവരുടെ ഗ്രാമത്തിൽ എന്തില്ല? സ്കൂള് ഉണ്ടായിരുന്നില്ല. രാസ്തേമേ ഉന്നെ അനേക ചീജയെ മിൽത്തീതി. ഈ കുട്ടികൾ പോകുന്ന വഴിയിലുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഈ കുട്ടികൾ സ്കൂളിലേക്ക് പോവുക. അതെന്തൊക്കെയായിരുന്നു? ഒന്ന് പോക്കർ. പോക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കുളം അല്ലേ? പോക്കർ കുളം. അതുപോലെ തന്നെ വേറെ എന്തായിരുന്നു? ബർഗദ്. ബർഗദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആൽമരം അല്ലേ? ആൽമരം. ഓക്കെ, ഇനി അടുത്തത് കുട്ടികൾ കാണുന്നത് എന്തായിരുന്നു? ഖേത്ത്. ഖേത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വയൽ അല്ലേ? ഖേത്ത് വയൽ. അതുപോലെ തന്നെ കുട്ടികൾ ബാഗ്. ബാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മക്കളെ? തോട്ടം. ഓക്കെ, അതായത് തോട്ടം. അതുപോലെ തന്നെ നാല. നാല എന്താണ്? തോട്. ഓക്കെ, നാല തോട്. അതുപോലെ തന്നെ ഇനി ഒരെണ്ണം കൂടി ഉണ്ടാവും, നദി. നദി അല്ലേ? നദി, നമ്മുടെ നദി തന്നെ. ഈ കുട്ടികൾ എന്തൊക്കെ കടന്നിട്ടാണ് പോകുന്നത്? പോക്കർ, ബർഗർ, ഖേത്ത്, ബാഗ്, നാല ഓർ നദി. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയ കുളവും ആൽമരവും വയലും തോട്ടവും തോടും പുഴയും ഒക്കെ കടന്നിട്ടായിരുന്നു കുട്ടികൾ എങ്ങോട്ടേക്ക് പോകുന്നത്? അടുത്ത ഗ്രാമത്തിലെ സ്കൂളിലേക്ക് പോകുന്നത്. നട്ട്കട്ട് ധീരെ ധീരെ കേൾത്തേ കേൾത്തേ ചൽത്താതാ. നമ്മുടെ നട്ട്കട്ട് ഉണ്ടല്ലോ, അവൻ നോട്ടിയാണെന്ന് പറഞ്ഞു അല്ലേ? ഭയങ്കര കുസൃതിയാണ്. അവൻ ഈ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ കളിച്ചിട്ടാണ് പോകുന്നത്. പോരാത്തതിന് അവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്തൊക്കെ ഉണ്ടായിരുന്നു? കുളവും ആൽമരവും വയലും അതുപോലെ തന്നെ ബാഗ് തോട്ടവും നാല തോടും നദിയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ ഇവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? എല്ലായിടും ഒന്ന് കയറി സന്ദർശിച്ചിട്ടൊക്കെ ആയിരിക്കും എങ്ങോട്ടേക്ക് പോവുക? സ്കൂളിലേക്ക് പോവുക. ജട്ട്പട്ട് കോ ഉസ്കി പ്രതീക്ഷാമേ രഹന പടുത്താ ഥാ. നമ്മുടെ ജട്ട്പട്ട് ഉണ്ടല്ലോ, പാവം പിടിച്ച ചേട്ടനല്ലേ? ചേട്ടൻ എന്താണ്? നമ്മുടെ നട്ട്കട്ടിനെ എപ്പോഴും വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും. നമ്മളൊക്കെ ആണെങ്കിലോ ആകെ ദേഷ്യം പിടിച്ചിട്ട് രണ്ടെണ്ണം അങ്ങോട്ട് കൊടുക്കൂല്ലേ? ഓക്കെ, നോക്കാം. പക്ഷേ നമ്മുടെ നട്ട്കട്ടിന്റെ അമ്മ, അതായത് ജട്ട്പട്ടിന്റെയും നട്ട്കട്ടിന്റെ അമ്മ അല്ലേ, അമ്മ നമ്മുടെ ജട്ട്പട്ടിനോട്, മൂത്ത സഹോദരനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പറഞ്ഞിരുന്നത്? മോനെ എന്ത് ചെയ്യരുതെന്നാണ് പറഞ്ഞത്? മോനെ നീയാണെ അനിയനെ അവിടെയെങ്ങും വിട്ടിട്ട് വരരുത്. എന്താണ്? അവനെ പ്രതീക്ഷിക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പ്രതീക്ഷിക്കുക എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? അതിനകത്ത് ഹിദായത്ത് എന്ന് പറയൂട്ടോ. എന്താണ് പറയാ? ഹിദായത്ത്, പ്രതീക്ഷിക്കുക. ഓക്കെ, ഹിദായത്ത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം നമ്മുടെ ജട്ട്പട്ട് നമ്മുടെ കുട്ടീനെ വെയിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഏകദിൻ വേ സ്കൂൾ സെ ലൗട്ട് രഹേ. ഒരു ദിവസം ഇവർ രണ്ടുപേരും സ്കൂളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ലൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയായിരുന്നു. രാസ്തമേക്ക് പുൽദ. വഴിയിൽ എന്തുണ്ടായിരുന്നു? പുല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലം ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു പാലം ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ എന്തുണ്ടായിരുന്നു? ഒരു പാലം
ഉണ്ടായിരുന്നു. ഓക്കെ, പുൽ पुल पर पहुंचने पर छोटी दिखाई नहीं दिया. ആ പാലത്തിലേക്ക് കയറിയതുമല്ല അനിയനെ കാണുന്നില്ല, ചെറുതിനെ കാണുന്നില്ല. वह पुल पर ना चढ़कर नदी के किनारे पहुंचा और पानी में कागज की नाव बहा रहा था. ഈ ചെറുത് എവിടെ പോയി കിടക്കായിരുന്നു നോക്കിയേ. वह पुल पर ना चढ़कर, അതായത് നമ്മുടെ ചെറുത് പാലത്തിൽ കയറാതെ പാലത്തിന്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ ഇങ്ങനെ അങ്ങ് ഇറങ്ങി. എങ്ങോട്ടേക്ക് ഇറങ്ങി? നദിയിലേക്ക് അങ്ങ് ഇറങ്ങി. എന്നിട്ടോ കിനാരെ പഹുഞ്ച, അതിൻ്റെ അടുത്ത് തീരത്തെത്തി. കിനാരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീരം. പാനിമേ കാഗസ് കിനാവേം ബഹാരഹാദ്. എന്നിട്ട് കൊച്ച് എന്ത് ചെയ്തു? ബാഗിനുള്ളിൽ അവൻ സ്കൂളിനെ 2 തോണിയൊക്കെ ഉണ്ടാക്കിയിട്ടായിരുന്നു വന്നതല്ലേ, പേപ്പർ ബോട്ടൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഈ പേപ്പർ ബോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം? വെള്ളത്തിലൂടെ ഒഴുക്കി വിടുമായിരുന്നു. ഇത് കണ്ടതും അനിയൻ ചേട്ടൻ വെറുതെ നിൽക്കുവോ? ചേട്ടൻ ഒച്ച എടുത്തു, ഒച്ചത്തില് വിളിച്ചു. നട്കർ പുൽ പർ ഖഡേ ചട്പട് കോ ദേഖ് രഹാ താ. നമ്മുടെ നട്കർ എന്താണ്? പാലത്തിലേക്ക് കയറാതെ ആരാണ്? നമ്മുടെ ചട്പടിനെ നോക്കുകയാണ്. നോക്കി, പുൽപർ ഖഡേ, അതായത് നട്കർ പുൽപർ ഖഡേ, അതായത് പാലത്തിന്റെ മുകളിൽ നിൽക്കുന്ന നമ്മുടെ ചട്പടിനെ നോക്കി. और चुक कर अपना बस्सा उड़ाना लगा. ചേട്ടനെ പേടിയുണ്ട് കേട്ടോ, കുറച്ച് പേടിയൊക്കെ ഉണ്ട്. അപ്പം പെട്ടെന്ന് ചേട്ടൻ വിളിച്ചതുമല്ല, പെട്ടെന്ന് എന്ത് ചെയ്തു? ബാഗ് എടുക്കുകയാണ്. താഴെ വെച്ചിരിക്കുകയായിരുന്നു. അവിടുന്ന് വേഗം അങ്ങ് എടുക്കുവാനായി ശ്രമിച്ചു. ഒന്ന് കുനിഞ്ഞു. ഇസി ബീച്ച് ഫയർ ഫിസൽ കർ വഹ് പാനി മേ ഗിർ ഗയാ. ഈ സമയത്ത് എന്ത് ചെയ്തു? നമ്മുടെ ചെറുതിന്റെ കാല്, നട്കരിന്റെ കാല് തെന്നി. ഫിസൽക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തെന്നി എങ്ങോട്ടേക്ക് പോയി? പാനിമേ ഗിർ ഗയാ, വെള്ളത്തിലേക്ക് അങ്ങ് വീണുപോയി. ഓക്കെ അല്ലേ? പാനി ക ബഹാവ് തേജ് ദാ. പാനി ക ബഹാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒഴുക്ക് വളരെ സ്പീഡായിരുന്നു. നട്കഡ് പാനിമേ ഡൂബ് ഗയാ. നമ്മുടെ നട്കഡ് എവിടേക്ക്? മുങ്ങിപ്പോയി. എവിടേക്കാ മുങ്ങിപ്പോയത്? പാനിമേം ഡൂബ് ഗയാ. ചട്പട് നദിമേം കൂത് പടാ. നമ്മുടെ ചട്പടോ എടുത്ത് ഒറ്റ ചാട്ടം അങ്ങ് കൊടുത്തു. കൂത് പടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എടുത്ത് ചാടി. എങ്ങോട്ടേക്കാ എടുത്ത് ചാടിയത്? നദീമേം. ഓക്കെ, നദിയിലേക്ക് എടുത്ത് ചാടി. ഉസ്നെ കഠിന പരിശ്രമം കർക്കെ നട്കഡ് കോ ബചായ. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് സ്വന്തം അനിയനെ രക്ഷപ്പെടുത്തി. ഉൻകെ വസ്ത്ര ഭീഗേ ഹുയേതേ. ഇവരുടെ 2 പേരും വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡ്രസ്സിന് എന്ത് പറ്റും മക്കളെ? നനഞ്ഞു അല്ലേ? ആകെ നനഞ്ഞു. ഭീഗേ ഹുയേ, നനഞ്ഞു. മാൻ കെ പൂछने पर क्या कहेंगे सोचकर उन्होंने कपड़े सुखाने के बारे में सोचा. അമ്മ എന്ത് ചെയ്യും? വീട്ടിലെത്തി എങ്ങനെയാടാ നിന്റെ തുണിയൊക്കെ നനഞ്ഞത് എന്നൊക്കെ ചോദിക്കൂല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ അങ്ങനെ ചോദിക്കും എന്ന് ഓർത്തിട്ട് എങ്ങനെയെങ്കിലും വസ്ത്രം ഉണക്കണമെന്ന് അവര് ചിന്തിച്ചു. സുഖാനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കുക എന്നാണ് കേട്ടോ. ചോട്ടനെ കഹാക്കി ദൗഡ് ലഗായേ തോ കപ്പടെ അപ്പനെ സൂഖ് ജായെങ്കെ. ചെറുത് പറയാണ്, കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കേ ഭയങ്കര സ്പീഡിൽ ഓടാൻ ചേട്ടാ. ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് എന്താവും? ഉണങ്ങുമെന്ന് പറയുന്നു. തന്നെ ഉണങ്ങിക്കോളും. വേദോനോ അപ്പനെ ഹാത്ത് മിലാക്കർ ദൗഡിനെ ലഗേ. 2 പേരും അവർ എന്താണ്? കൈകൾ പിടിച്ചുകൊണ്ട് 2 പേരും ഓടുവാനായിട്ട് തുടങ്ങി. വസ്ത്ര സൂഖ് ഗയേ. വസ്ത്രം ഉണങ്ങി അല്ലേ? വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താണ്? തുണി ഉണങ്ങി. ദോനോ ഖുഷി പർ പഹുഞ്ചേ. 2 പേരും വളരെ സന്തോഷത്തോടുകൂടി എവിടേക്ക് എത്തി? നമ്മുടെ വീട്ടിലേക്ക് എത്തി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ചട്പട് അതുപോലെ തന്നെ നട്കഡും തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് 2 വയസ്സിന്റെ ആണ് കേട്ടോ. 2 സാല് 2 വയസ്സിന്റെ ഏജ് ഡിഫറൻസ് ആണ് നമ്മുടെ ചട്പടും നട്കഡും തമ്മിൽ ഉള്ളത്. നമ്മുടെ ചട്പട് പഠിക്കുന്ന ക്ലാസ് ഏതാണ്? 5ാം ക്ലാസ്സിലാണ് നമ്മുടെ ചട്പട് പഠിക്കുന്നത്. നട്കഡോ 3ാം ക്ലാസ്സിലും. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ചട്പട് എങ്ങനെയാണ്? തേജ് സ്ഥലത്തോട്ട് ഭയങ്കര സ്പീഡിലായിരുന്നു നടക്കുന്നത്. നട്കഡോ ധീരെ നോക്കി എഴയും പോലെ എഴഞ്ഞാണ് അവന് പോകുന്നത്. ഇനി ചട്പടിന്റെ വിശേഷത വേറെ എന്താണ്? ചോട്ടാ കാ ധ്യാൻ രഖ്നാ പഡ്താ ഹേ. അതായത് ചെറുതിനെ എപ്പോഴും എന്താണ്? ശ്രദ്ധിക്കണം. ചെറുതിനെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ
ജഡ്പടിൻ്റെ ഡ്യൂട്ടി ആയിരുന്നു. അത് അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ഹിദായത്ത്. ക്യാ ഹിദായത് ദീ മാ? ആ ചോട്ടേക്കാ ധ്യാൻ രഖ്ന. മോനെ നീ ചെറുതിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ, അവൻ ചെറുതല്ലേ എന്നൊക്കെ പറഞ്ഞ് അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. കുട്ടീനെ ശ്രദ്ധിക്കണം എന്നാണ് അമ്മ പറഞ്ഞു വിട്ടത്. പക്ഷെ നമ്മുടെ നട്കടോ നോക്കിയേ, പാനിമേം ഗിർപ്പട, നമ്മുടെ നട്കട് വെള്ളത്തിൽ വീണ് പോയി. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കഥ മനസ്സിലായിട്ടുണ്ട് എന്ന് ടീച്ചർ വിചാരിക്കുന്നു. മനസ്സിലായി എങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ധന്യവാദം.